Hi dears, Ariana from AARISherbalhaircare. അപ്പോൾ നമ്മുടെ ഓയിൽ ഇന്ന് തണുത്തിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇത് പാക്ക് ചെയ്യുന്ന സെക്ഷൻ ആണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് അരിച്ചെടുക്കണം. കട്ട് ഉണ്ടാവും. നമ്മുടെ ആ ഒരു ഒഴിച്ച മരുന്നുകളും കാര്യങ്ങളൊക്കെ താഴ്ത്ത് അടിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇത് അരിച്ച് മാറ്റിയിട്ട് വേണം നമ്മൾ കുപ്പിയിലേക്ക് ആക്കാനായിട്ട്. അപ്പോൾ അരിക്കുന്ന പരിപാടിയാണ്. ഓയിൽ ബുക്കിംഗ് ചെയ്യാനുള്ള നമ്പർ ഞാനിപ്പോൾ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ നമ്പറിൽ കോൾ ചെയ്യരുതേ. കോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടൂല. ആ നമ്പറിൽ കോളിംഗ് ഇല്ല. അപ്പോൾ മെസ്സേജ് ഇട്ടാൽ മതി. മെസ്സേജ് ഇട്ടാൽ റിപ്ലൈ തരാം. ഞാൻ കഴിയുന്നതും എത്രയും പെട്ടെന്ന് എല്ലാവർക്കും മെസ്സേജ് റിപ്ലൈ കൊടുക്കാറുണ്ട്. പിന്നെ നമ്മുടെ പുതിയ പ്രൊഡക്റ്റ് ഇറങ്ങുന്നുണ്ട്. ഹെന്ന പൗഡറാണ്. ഹെന്ന പൗഡർ നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിയായിട്ട് തരാം. അതുപോലെ തന്നെ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ പേസ്റ്റ് ആക്കിയിട്ടും തരുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഹെന്ന പൗഡറിൻ്റെ കൂടെ നീലാമ്പരി വേണം എന്നുള്ളവർക്ക് അങ്ങനെയും സെപ്പറേറ്റ് ആയിട്ട് തരും. അപ്പോൾ അതൊക്കെ ബുക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ഈ നമ്പർ തന്നെയാണ് 9895343209 നമ്പർ. അത് തന്നെയാണ് കേട്ടോ നമ്പർ. പിന്നെ നമ്മുടെ ഓയില് കുറച്ച് പേർക്ക് പാർസൽ ചെയ്തിട്ട് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പം അതൊന്ന് നാളെ ഞാൻ പോയി അന്വേഷിക്കട്ടെ. ഇവിടുന്ന് എന്തായാലും വെള്ളിയാഴ്ച കയറി പോയതാണ് സംഭവം. സാധാരണഗതിയിൽ ഓയില് പാർസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ കിട്ടാറുണ്ട്. പക്ഷെ ഇതിപ്പോൾ എന്താണെന്ന് അറിയില്ല. കാര്യം എന്തായാലും ഞാനൊന്ന് അന്വേഷിച്ചിട്ട് അതിനെ നാളെ തന്നെ നിങ്ങൾക്ക് റിപ്ലൈ തരാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഇത്രയും ഞാൻ അരിക്കുന്നുണ്ട്. അരിച്ച അത്രയും ഭാഗങ്ങൾ ഞാൻ കുപ്പിയിലേക്ക് ആക്കും. അതിനുശേഷം മാത്രമേ ബാക്കിയുള്ളത് അരിക്കുള്ളൂ. അപ്പോൾ ഇതിനകത്തുനിന്ന് വേറൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് അതിലേക്കാണ് ആദ്യം തന്നെ നമ്മൾ ആദ്യം വലിയ പാത്രത്തിലേക്ക് ഒഴിക്കും. അതിനകത്തുനിന്നാണ് നമ്മൾ കുപ്പിയിലേക്ക് ആക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കുപ്പിയും സംഭവങ്ങളൊക്കെ എടുത്ത് വെക്കട്ടെ. അപ്പോൾ ഇങ്ങനെ അരിച്ചെടുക്കുന്നത് ഓരോന്നും നമുക്ക് കുപ്പിയിലേക്ക് ആക്കാം. റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഓയിൽ അളന്നൊരു പാത്രത്തിനകത്തേക്ക് ഇടണം. ഓക്കെ, ഇപ്പം നമ്മളൊരു പാത്രത്തിനകത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് അളന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വേറെ എവിടെയും ലീക്കായി പോവുകയില്ല, ബുദ്ധിമുട്ടാവുകയില്ല. അപ്പോൾ ആ രീതിയിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട കേട്ടോ. നമ്മുടെ ഓയിൽ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് സ്റ്റിക്കർ സെക്ഷനാണ്. അപ്പോൾ ഈ എല്ലാ ബോട്ടിലും ഓയിൽ നിറച്ചതിന് ശേഷം മാത്രമേ സ്റ്റിക്കർ ഇടാറുള്ളൂ. പിന്നെ കഴിഞ്ഞ വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു, ഞാൻ ഒറ്റയ്ക്കാണ് ഇതൊക്കെ ചെയ്യണത്, വേറെ ആരും ഹെൽപ്പിനില്ലേ എന്നൊക്കെ ചോദിച്ചു. എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യണതാണ് ഒരു സംതൃപ്തി. അതുകൊണ്ട് ഒറ്റയ്ക്കാണ് ചെയ്യണത്. പിന്നെ സാധനങ്ങളൊക്കെ മേടിച്ച് കൊണ്ടുതരാറുണ്ട്. പിന്നെ സ്റ്റിക്കറൊക്കെ ഒട്ടിക്കാൻ കുട്ടികൾ കൂടാറുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും ജോലികളൊക്കെ നമുക്ക് ഹെൽപ്പിന് ആളുണ്ട്. പിന്നെ നമ്മുടെ കൈ കൊണ്ട് തന്നെ ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹവും നിർബന്ധം. പിന്നെ പാക്കിങ് മോളാണ് ചെയ്യണത്. പിന്നെ എന്താ അഡ്രസ്സൊക്കെ എഴുതി കൊണ്ടുപോകണത്. പിന്നെ ഞെക്ക ഉണ്ടെങ്കിൽ ഇക്കയാണ് പാർസലൊക്കെ കൊണ്ടുപോയി കൊടുക്കണത്. അല്ലാത്തത് ഞാൻ പോകും. ഇല്ലാതെയൊക്കെയാണ് പാർസലെല്ലാം കൊണ്ടുപോയി കൊടുക്കണത് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ പോകും പാർസൽ ചെയ്യാനായിട്ട്. പിന്നെ
വാട്സാപ്പിൽ വരുന്ന മെസ്സേജിനൊക്കെ റിപ്ലൈ കൊടുക്കുന്നതും ഞാൻ തന്നെയാണ് കേട്ടോ. പിന്നെ വീഡിയോ എടുത്ത് തരണത് മോളാണ്. ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത സമയത്ത് അവളാണ് വീഡിയോ എടുത്ത് തരുന്നത്. ബാക്കി എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ വീഡിയോ വിശേഷങ്ങൾ. അതെ പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ 3-4 കുപ്പി ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം അതൊന്ന് ഞാൻ ബാക്കിയൊക്കെ ഒന്ന് ഫാസ്റ്റായിട്ടൊന്ന് റെഡി ആക്കിയേക്കട്ടെ. കുപ്പിയിൽ ഒരുവിധം പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പാക്കിംഗ് എല്ലാം നിറക്കൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു കാര്യം പറയാം. നമ്മൾ ഓയിൽ പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എടുത്തു കഴിഞ്ഞപ്പോൾ ഇത്രയും ചണ്ടിയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. കണ്ട് നിങ്ങൾ നോക്കി ഉണ്ടോ? നമ്മൾ എത്ര ലിറ്റർ ഓയിൽ എടുക്കുന്നോ അത്രയും പകുതിയാണ് നമുക്കിത് കാച്ചി കഴിയുമ്പോൾ കിട്ടുന്നത്. അത്രയും നമുക്ക് നഷ്ടത്തിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ റേറ്റും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതനുസരിച്ചാണ് പറയണത്. അപ്പോൾ പകുതിയോളം നമ്മുടെ ഇത് ഇതായി പോയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് കിട്ടിയേക്കുന്നത്. ഇനി ബാക്കിയുള്ളത് ഇതൊന്ന് പിഴിഞ്ഞ് നോക്കാം എത്ര കിട്ടുമെന്ന് എനിക്കൊരു കണക്കറിയില്ല. അപ്പോൾ പിഴിഞ്ഞ് നോക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് സ്റ്റിക്കർ നമ്മൾ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഓയിൽ പാക്കിങ്ങിൻ്റെ വിശേഷം. കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ ആ ഒരു വിശേഷമാണ് കേട്ടോ. അപ്പോൾ വേഗം ഓർഡർ വേണ്ട ആൾക്കാരൊക്കെ എന്താ പറയുക വേഗം നമ്മുടെ നമ്പറിലേക്ക് മെസ്സേജ് ഇട്ടോളൂ. ആദ്യം വരുന്ന മെസ്സേജുകൾക്ക് പെട്ടെന്ന് റിപ്ലൈ കിട്ടുന്നതുമാണ്, ഓയിൽ എത്തിക്കുന്നതുമാണ് കേട്ടോ. പിന്നെ നമ്മൾ ആർക്കെങ്കിലും റിപ്ലൈ തരാൻ വൈകിട്ടുണ്ടെങ്കിൽ അതൊന്നുകൂടി മെസ്സേജ് ചിലപ്പോൾ താഴത്തേക്ക് പോകുന്നത് കൊണ്ടായിരിക്കും. ഓയിൽ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യണതും പിന്നെ ഓയിൽ കിട്ടിയോ അങ്ങനെ ഓരോരോ മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. അപ്പോൾ താഴത്തേക്ക് പോകുമ്പോൾ ചിലപ്പോൾ ശ്രദ്ധിച്ചില്ല എന്ന് വരും. അപ്പോൾ ഒരു മെസ്സേജ് മുകളിൽ പോയി ഇടുവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ അടുത്ത ഹെന്ന പ്രോഡക്റ്റ് അതുപോലുള്ള ഹെന്ന എന്താ പറയുക ഹെന്ന നമ്മൾ ഇങ്ങനെ പൾപ്പാക്കിയിട്ട് അതായത് നമ്മൾ കലക്കി വെച്ചിട്ടുള്ളത് 3 മാസം വരെ ചീത്താകാതിരിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്രൊഡക്റ്റും ഉണ്ട്, അതുപോലെ തന്നെ പൊടിയും ഉണ്ട്, നീലാമരി പൗഡറൊക്കെ ഉണ്ട്. ഹോം മെയ്ഡാണ്. ഒരു കെമിക്കലും ഒരു സൈഡ് എഫക്റ്റും ഒന്നുമില്ലാതെ നല്ല നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ആവശ്യക്കാരൊക്കെ വേഗം അങ്ങോട്ട് മെസ്സേജ് ഇട്ടോളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആരി ഫ്രം AARI7. താങ്ക് യു.